ഈ ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാധീനം ഇപ്പം ഇവിടെ ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന വെച്ചാൽ നമ്മൾ തക്കാളിക്ക് ഒരു കായല്ല ഇങ്ങനെ അടിയിലേക്ക് കൂടി ഇങ്ങനെ കറുപ്പ് വരില്ല. കാൽസ്യത്തിൻ്റെ കുറവാണ്. കാൽസ്യത്തിന് കുറവ്. ഇന്ന് ഞാനൊരു ഡോക്ടർ പറയുന്നത് കേട്ടു, നമ്മളീ പൊന്നാങ്കണ്ണി ചീരക്ക് നല്ല കാൽസ്യം ഉണ്ട്. പിന്നെ കരിവേപ്പിലൊക്കെ ഉണ്ട്, കാൽസ്യം നല്ല പോലെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് കരിവേപ്പിലയും പിന്നെ പോരാതെ കരിവേപ്പില മാത്രമല്ല പിന്നെ ഇതും കൂടി ഉണ്ട്, ഈ ഫാഷൻ ബൂട്ടിനും നല്ല ഇതാണെന്ന് പറയുന്നു കേട്ടോ. എന്നാൽ അതൊന്ന് നമുക്ക് ഇതിവിടെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് കൊണ്ടുവന്ന് നമുക്ക് കലക്കി ഒഴിച്ച് കൊടുക്കാമല്ലോ, നല്ല വേഗം പിടിക്കുമല്ലോ. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത് നല്ലോണം ഒന്ന് അരിഞ്ഞിട്ടിട്ട് ഞാൻ വേഗം അരച്ചിട്ട് കൊണ്ടുവരട്ടെ. ഇത് പച്ചള ചീരയാണ്. ഇതും ചീര തന്നെയാണ്. ചീരകൾക്കെല്ലാം നല്ല ഇതുണ്ടെന്നാണ്, കാൽസ്യം ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. തക്കാളീൻ്റെ ചെറിയ വിരിയുന്നേന ചെറുത് മേലെ വിരിയുമ്പം തന്നെ കറുപ്പ് വരും. അതാ അതിൻ്റെ അടി കറുപ്പ് വരും. അതാണ് കാൽസ്യത്തിൻ്റെ മുമ്പ് എനിക്ക് ഒരിക്കൽ ഉണ്ടായതിനും ഇതിൻ്റെ മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കുക. അതിന് കുറച്ച് മുട്ടത്തോടുണ്ട്. അതും എല്ലാം കൂടി അരച്ചിട്ട് ഞാൻ ഇതിനകത്തിട്ട് അരച്ചിട്ട് നമുക്ക് കലക്കി ഒഴിച്ച് കൊടുക്കാനാണ്, തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കാനാണ് ഞാനിപ്പം ഇതെടുക്കുന്നത്. ഇത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. മുട്ടത്തോട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ കാൽസ്യത്തിൻ്റെ പോവും. പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നില്ല. ഇത് പിന്നെ ഇത് പൊടിച്ചിടുമ്പോൾ കുറേ വേണ്ടേ, കുറേ ഇല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുട്ടത്തോടുണ്ട്. അതും കൂടി അരച്ചിട്ട് അരക്കുക. ഇതെല്ലാം മുഴുവൻ അരക്കുക. ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് അരക്കാനാണ് പോകുന്നത്. അരച്ചിട്ട് കൊണ്ടുവന്ന് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് മുറിച്ചിട്ടിട്ട് അരച്ചിട്ട് കൊണ്ടുവരട്ടെ. മുറിച്ചിട്ടിട്ട് അരച്ചിട്ട് കൊണ്ടുവരട്ടെ. വേണ്ട, ഇത് പൊന്നാങ്കണ്ണി ചീര, പച്ചച്ചീരയാണേ. പൊന്നാങ്കണ്ണി 2 തരത്തിലുണ്ട്. പിന്നെ ഇത് കരിവേപ്പില, ഇത് ഞാൻ കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഇത് കറിവേപ്പില ഉണ്ടല്ലേ, ഇത് കറിവേപ്പില. പിന്നെ ഇതാണ് ഫാഷൻ ഫ്രൂട്ട് കേട്ടോ, ഫാഷൻ ഫ്രൂട്ട്. പിന്നെ ഇതാണ് പിന്നെ ഇത് കണ്ട, ഇതാണ് പച്ചളച്ചീര എന്ന് പറയുന്നത്. ഇത് നല്ല വിറ്റാമിനുള്ള സാധനമാണ്. അതാണ് ഞാൻ ഇത് കൊണ്ടുപോയി അരച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നത്. അരച്ച് കൊണ്ടുവരട്ടെ. ഇതിപ്പോൾ ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ ഒരു പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു കായ് എടുത്തു. പിന്നെ ഒരു പിടി പിന്നെ കരിവേപ്പില ചപ്പെടുത്തു. ഒരു പിടി പിന്നെ ഈ പൊന്നാങ്കണ്ണി ചീര, പച്ചച്ചീരയാണേ, പൊന്നാങ്കണ്ണി പച്ചച്ചീര എടുത്തു. ഒരു പിടി പിന്നെ ഇതും വശളച്ചീരി എടുത്തു. അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി അരച്ചിട്ട് ഇത്ര പൊരിയുണ്ട് അരച്ചിട്ട് എടുത്തു. ഇത് ഞാനിങ്ങനെ ഇതിനകത്ത് ഒഴിക്കുകയെന്നെ, ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒഴിക്കുകയും ഉണ്ടോ. അത് നേർപ്പിച്ചിട്ട് വേണം ഒഴിക്കുക. ഒരു ബക്കറ്റിൽ നിന്ന് അതിൻ്റെ കണക്കൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഏകദേശം ഞാൻ ഓക്കി ആദ്യത്തെ ഒരു ടെസ്റ്റ് ചെയ്യലാണ്. പിന്നെ ഇത് നേർപ്പിച്ചിട്ട് സാധാരണ നമ്മൾ ഒഴിക്കും പോലെ നേർപ്പിച്ചിട്ട് കൊടുക്കാൻ പരിപാടിയിട്ട് കുറച്ചും കൂടി ഒഴിക്കേണ്ടി വരും. ഇത് എല്ലാറ്റിനും ഒഴിക്കാമല്ലോ, എല്ലാറ്റിനും ഒഴിക്കുക. ഇത് കാൽസ്യത്തിൻ്റെ കുറവ് വന്നതിനാണ് പയറിനും എല്ലാം തകരാറെന്ന് പറയും. ഈ ബാഗിലിട്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് കാൽസ്യത്തിനെല്ലാം തകരാറ് വരും. ബാഗിൻ്റെ അകത്ത് ഒന്നും കയറാനില്ലല്ലോ. ഇപ്പം കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ കുറച്ചും കൂടി ഇതിൽ വെള്ളം ഒഴിക്കട്ടെ. 2 ബക്കറ്റ് ആക്കിയേക്കാം. ഒരു ബക്കറ്റ് ആയാലും ഇത് മുയ്ത്തു പോവും. അതുകൊണ്ട് കുറച്ചും കൂടി അരച്ചിട്ട് ജാസ്തിയായിപ്പോൾ അതിന് എടുത്തത്. വേണം, ആവശ്യമുണ്ട്. പച്ചക്കറിക്ക് എനിക്ക് ആവശ്യമുണ്ടല്ലോ. ഞാനിപ്പം ഇതിൽ ഒഴിക്കട്ടെ. ഇതിനകത്തും കൂടി ഒഴിക്കട്ടെ. 2 പപ്പാതി ആക്കട്ടെ. 2 പപ്പാതി ആക്കിയിട്ട് അതിനകത്ത് വയ്ക്കാം. അത് 2 വയ്ക്കാം. ഇപ്പോൾ ഇതിനകത്ത് നിറച്ച് വയ്ക്കട്ടെ. കുറച്ച് മുട്ടത്തോടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു ലേശം കൂടി വെള്ളം എടുത്തുകൊണ്ട് വയ്ക്കട്ടെ. കുറച്ച് ഞാൻ ഇനി ഇതിപ്പോൾ എന്തെല്ലാം വെച്ചാൽ ഇതിലെന്തെല്ലാം ആക്കിയെന്ന് വെച്ചാൽ മുട്ടത്തോട്, പിന്നെ പൊന്നാങ്കണ്ണി ചീര, ബസല ചീര, പിന്നെ കരിവേപ്പില, പിന്നെ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു കായ്, പിന്നെ കുറച്ച് മുട്ടത്തോടുമാണ് ഇട്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇതിന് ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് നോക്കട്ടെ, ഇതൊരു പരീക്ഷണം നോക്കാം. ഇന്ന് ഇതിൽ നല്ല കാൽസ്യം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് തക്കാളിക്ക് പിന്നെ അടിയിൽ കായ്ക്ക് കറുപ്പ് വരുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്, ആക്കിയത്. ഇതാകുമ്പോൾ ഒന്നും തകരാറ് വരാനില്ലല്ലോ. എല്ലാറ്റിനും കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട്. അതില്ലേ, ഇതെല്ലാം കേട് വന്നിട്ടുണ്ട് പയറിനെല്ലാം. ഇതൊന്ന് ദേശം ഒഴിച്ച് കൊടുത്താലേ
നോക്കാം എന്തുണ്ട് നോക്കാലോ. പോന്നെങ്കിൽ പോട്ട്. നന്നായിട്ട് പരീക്ഷണമാണിത്. ഇത് കുഴപ്പമൊന്നും വരില്ല. എന്തായാലും നമ്മൾ കാടും പടലും തന്നെയല്ലേ, വേറൊന്നല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ച് നോക്കാൻ കാരണം. അങ്ങനെ എലിയോടൊന്നും വരില്ല. ഇപ്പോൾ ഒരുപാട് ഇരട്ടി ഇങ്ങനെയൊക്കെ ഉപ്പിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ പുണ്ടി അടക്കാന്ന് ഇതിന് ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ഇതിന് ഒഴിച്ച് കൊടുത്താൽ അത് വേറെ അരിച്ചിട്ടൊന്നുമില്ല, നല്ലോണം അരച്ചിട്ട് വെള്ളമാക്കിയതാണ്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കാം. അവിടെ തക്കാളിക്ക ഒഴിച്ച് കൊടുക്കുക. തക്കാളിക്കുള്ള സൂക്കേട് ഞാൻ കാണിച്ചു തരാം. ആ കായ്ക്ക് ഒരു കറുപ്പ് വന്നിട്ടുണ്ട്. ഇട്ടത്തോട് ഇട്ടിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് പൂക്കൾ കൊഴിഞ്ഞ് പോകുന്നുണ്ട്. എന്ത് പറ്റിയെന്നറിയില്ല. ഇതിപ്പോൾ കണ്ടില്ല. ഇതിപ്പം ഇനിയിപ്പം ഞാനിതിവിടെ ഒഴിച്ച് കൊടുക്കാൻ നോക്കട്ടെ. കണ്ടോ, തക്കാളി ഇങ്ങനെയാണ്, ഇതേപോലെയാണ് ഇതിൻ്റെ രോഗം. ഇതാണ് ഇതിന് വരുന്നത്. അതിന് കാൽസ്യത്തിൻ്റെ കുറവുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇത് കണ്ടില്ലേ, കാൽസ്യത്തിൻ്റെ കുറവാണ് ഈ തക്കാളിക്ക് അടിയിൽ ഇത് വരുന്നത്. ഇതിന് മുമ്പേ ഞാൻ മുട്ടത്തോട് പൊടിച്ച് കൊടുത്തിട്ടില്ല. ഇതിപ്പം ശരിയായിട്ടുണ്ടെങ്കിൽ ഇത് കൊടുത്താൽ മതി. ഇതിങ്ങനെയാണ് തക്കാളി വരുന്നതിൻ്റെ അടിയിൽ വരുന്നത്. അത് ഞാൻ പറിച്ച് ചാടിയതാണ്. അതാണ് തക്കാളിൻ്റെ ഈ രോഗം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുന്നു. നോക്കാം, ഇനിയിപ്പോൾ എന്തായാലും ഒഴിച്ച് കൊടുത്തു നോക്കാം. കുറേശ്ശിനെ ഒഴിച്ച് കൊടുത്തു നോക്കാം. ഏതായിരുന്നാലും ഇത് തകരാറൊന്നുമല്ലല്ലോ, ചപ്പല്ലേ, ഇലയല്ലേ. അതുകൊണ്ട് പിന്നെ ഒന്നും തകരാറ് വരാനില്ലല്ലോ. അതുകൊണ്ട് ഇത് ഞാനിപ്പം കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കും. കണ്ടില്ലേ, എന്താ ഇത് അഥവാ മാറി കിട്ടിയെങ്കിൽ വിഷമമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, വളവും കൂടിയല്ലേ, ഇത് നല്ലൊരു വളവും കൂടിയല്ലേ. എന്തായാലും ഇല എന്തായാലും ഒരു വളം തന്നെയാണല്ലോ. അതാണ് ഞാൻ ഇന്നിപ്പം ഇതിവിടെ നോക്കിയത്. ഇതിങ്ങനെ ഞാൻ ഓരോന്നേ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഇങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ അന്തിയോളം കൊടുത്തോണ്ട് നിൽക്കും. പച്ചക്കറിക്ക് നമ്മൾ ഈ ബാഗിൽ നട്ടുന്ന ഇതായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കേ കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ജൈവ കൃഷിയല്ലേ, മറ്റേ മരുന്നാണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റേ മരുന്നാണെങ്കിൽ. ഇതിപ്പം ഈ മരുന്നായതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നത്. ജൈവ കൃഷി ആയതുകൊണ്ടാണ് നമ്മൾ ഈ അന്തിയോളം കൊടുക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ടല്ലേ, ഇത് അന്തിയോളം കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിപ്പം ജൈവ കൃഷി ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നത്. ഉണ്ടല്ലേ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോക്കാം, നമുക്ക് ഇതിനെക്കൊണ്ട് ഗുണം ഉണ്ടായെങ്കിൽ ഒരു ഇതായില്ലേ. ഇത് ഞാൻ അല്ലെങ്കിൽ ഇതിനൊക്കെ പരിശോധിക്കണം എന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പം ഞാൻ ഇത് നോക്കി. ഇന്നൊരു ഡോക്ടർ പറഞ്ഞതാണ് ഇതിൽ കാൽസ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. കാൽസ്യമാണ് ഇതിൻ്റെ രോഗത്തിന് വരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇത് ഞാൻ കാണിച്ച തക്കാളിക്കായി പോയിച്ചിട്ടുള്ളത്. അത് നോക്കിയിട്ട് നമുക്ക് ഇനി വീടുന്ന ചെയ്യാന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്കും ഉപകാരപ്രദമാകും. എന്തായാലും എന്തെന്നായാലും ഇത് ഒഴിച്ചു കൊടുത്താലും ഇത് തകരാറൊന്നും വരില്ല എന്തായാലും. അതുകൊണ്ട് കാൽസ്യത്തിൻ്റെ ഇതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അരച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നോക്കാം. നാളേക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ തീരുമാനം ആവും. അതുകൊണ്ട് പിന്നെ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.